ആധുനിക കേരളത്തിലെ സാമൂഹ്യ വിപ്ലവ പരമ്പരകളുമായി ബന്ധപ്പെട്ട് ടി കെ മാധവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിമർശാത്മകമായിട്ടുള്ള പഠനങ്ങൾ, ചരിത്ര പഠനങ്ങൾ നടത്തിയ ചരിത്രകാരനും അധ്യാപകനും ചരിത്ര അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ മൈദീൻ ഖാനാണ് നമ്മോടൊപ്പം ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ രൂപീകരണം, നവോത്ഥാന വിപ്ലവ പരമ്പരകൾ, ഇവയുമായി ബന്ധപ്പെട്ടാണ് ടി കെ മാധവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനം, PhD തീസിസ് തന്നെ ട്രാൻസിഷൻ ഓഫ് ദി ഈഴവാസ് ഇൻ ട്രാവൻകൂർ ഇൻ്റർപ്രറ്റിംഗ് ടി കെ മാധവൻ എന്ന പഠനമാണ് നമുക്ക് ഇവിടെ, PhD തീസിസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി അദ്ദേഹം നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ, ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ടി കെയുടെ തന്നെ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ, അതിൽ വന്നിട്ടുള്ള ടി കെയുടെ ലേഖനങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ടി കെയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിമർശാത്മകമായ, പ്രത്യേകിച്ചും ദേശീയവാദവും ആയിട്ടുള്ള അഭിമുഖത്തിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ പല കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ, അപകടങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി വിമർശാത്മകമായി പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ് ഡോക്ടർ MM ഖാൻ്റേതായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും യുവത്വത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും, പിന്നീട് കേരള സർവകലാശാലയിൽ പ്രൊഫസർ ടി കെ രവീന്ദ്രൻ്റെ തന്നെ ശിഷ്യനായിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഹിസ്റ്ററിയിലുള്ള മാസ്റ്റേഴ്സ് പഠനവും പിന്നീട് നടത്തിയ PhD ഗവേഷണം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നതാണ്. സാറിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആദ്യകാലത്തിലുള്ള നെയ്യാറ്റിൻകരയിൽ നടത്തിയ വിപ്ലവകരമായ ഇടപെടലുകളെക്കുറിച്ചും കേസുകളെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ പൂവാർ എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. 1960 ഒക്ടോബറിൽ. പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂവാർ ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെയായിരുന്നു. പിന്നീട് പ്രീ ഡിഗ്രിക്ക് ധനുവച്ചരം VTM-NSS കോളേജിലും, അത് കഴിഞ്ഞ് ബിരുദ പഠനത്തിനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലും എത്തിച്ചേരുന്നുണ്ട്. ബിരുദ പഠനം പൂർത്തിയായതിനു ശേഷം 1977-80 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഹിസ്റ്ററിയിലെ ബിരുദം പൂർത്തിയാക്കിയത്. ബിരുദ പഠനത്തിന് ശേഷം വാസ്തവത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. അതുവരെ പിന്തുടർന്നിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മോചിതനായിട്ട് കുറച്ചുകൂടി റാഡിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സംഗതികളിലേക്ക് മാറുന്നുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് മെമ്പറും കാൻഡിഡേറ്റ് മെമ്പറും പിന്നെ ഫുൾ മെമ്പറും ഞങ്ങളുടെ നാട്ടിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗവുമായിരുന്നു. അന്നത്തെ DYFIയുടെ മുൻ രൂപമായ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷൻ്റെ KSYF-ൻ്റെ അംഗമായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഭാഗികമായിട്ടൊക്കെ സഹകരിച്ചിരുന്നു. ഫുൾ ടൈം ആക്ടിവിസ്റ്റായിട്ടുള്ള രീതിയിൽ SFIയിൽ പ്രവർത്തിച്ചിട്ടില്ല. പിന്നീട് ഈ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ML പ്രസ്ഥാനങ്ങളുമായിട്ട് ക്ലോസായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് കണ്ണിചേരുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും CPM-ഉമായിട്ട് ക്രമേണ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. 1980-കൾ വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ വലിയൊരു വ്യവച്ഛേദമായിരുന്നു. ഒന്ന്, റാഡിക്കൽ ഇടപെടലുകളുടെ ഫലമായി ഉണ്ടാകുന്ന വലിയൊരു മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയിൽ നമുക്ക് ദൃശ്യമാകുന്നു. ജനകീയ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ, CPI-ML-ൻ്റെ പ്രവർത്തനങ്ങൾ, ഇവ കൊണ്ട് കേരളത്തിലെ ഒരു അന്തരീക്ഷം തന്നെ 80-കളിൽ മാറുകയുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ അധ്യാപകനായിരുന്ന B. രാജീവൻ
അദ്ദേഹം പിന്നീട് അദ്ദേഹവുമായിട്ട് ഈ മൂവ്മെൻറ്റിൽ വരികയും അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. രാജീവിൻ്റെ ഇടപെടലുകൾ ഒക്കെ ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അന്ന് ഈ ജനകീയ വിചാരണകളുടെ തുടക്കമായിരുന്നു. കോഴിക്കോട് അഴിമതിക്കാരനായ ഡോക്ടറുടെ വിചാരണ, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഉന്മൂലന സമരവുമായി ബന്ധപ്പെട്ട് കേണിച്ചിറ മടത്തൽ മത്തായിയുടെ വധം, അതിൻ്റെയൊക്കെ അലയൊലികളും ആ തീവ്രതയും മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് പ്രാദേശികമായ വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ജനവിരുദ്ധ ശക്തികളുമായിട്ടും അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളെ വിചാരണ ചെയ്യുക എന്നുള്ള പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നാട്ടിലും ഈ ജനകീയ വിചാരണ നടക്കുകയുണ്ടായി. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ML ആക്ടിവിറ്റി നടന്ന ഒരു പ്രദേശമാണ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഞാൻ താമസിച്ചിരുന്ന അമരവിള. അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു മർദ്ദകനെ ഞങ്ങൾ ജനകീയ വിചാരണ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ജയിലിലാവുകയും പിന്നീട് 2 വർഷക്കാലം ഞാൻ ആ സമയത്ത് MAക്ക് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. 2 വർഷം തുടർച്ചയായിട്ട് ഏതാണ്ട് ആദ്യത്തെ 1 വർഷം പൂർണ്ണമായിട്ട് തന്നെ ഈ കേസും കോടതിയുമായിട്ടൊക്കെ നടക്കേണ്ടി വന്നു. ആ കീഴ്ക്കോടതി നെയ്യാറ്റിൻകര ആ കോടതിയിൽ ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബീയിങ് ഫസ്റ്റ് ഒഫൻഡർ ആൻഡ് യങ്സ്റ്റർ എന്താ പറയുന്നത്, ജയിലിലേക്ക് അയക്കുന്നില്ല. ഫൈൻഡിങ്സിൽ ഗിൽറ്റിയാണ്, പക്ഷേ കൺവിക്റ്റ് ചെയ്യുന്നില്ല. ഈ ചെറുപ്പക്കാരായതുകൊണ്ടും ആദ്യത്തെ കുറ്റക്കാരായതുകൊണ്ടും. പക്ഷേ ഞാനതിന് അപ്പീലിൽ പോവുകയുണ്ടായി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്പീലിന് പോവുകയും എനിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജെയിംസ് ആണ് വാദിച്ചത്. ഡോക്ടർ MM പരീതി പിള്ളയായിരുന്നു, ജസ്റ്റിസ് MM പരീതി പിള്ളയായിരുന്നു എൻ്റെ മജിസ്ട്രേറ്റ്. അവസാനം ഡോക്ടർ TK രവീന്ദ്രനുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായതുകൊണ്ട് ഈ വിഷയം സംസാരിക്കുകയും എൻ്റെ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ട അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി ഞാൻ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസിൽ എന്നെ ഓണറബിളായിട്ട് അക്വിറ്റ് ചെയ്തു. പിന്നീട് കേരള ഗവൺമെൻറ് സർക്കാർ സർവീസിൽ ഞാൻ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ പ്രവർത്തിച്ചു. 6 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിട്ട് പോവുകയും ചെയ്തു. പിന്നീട് പാർട്ടിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേർത്ത് വരികയും അതേസമയം തന്നെ എല്ലാ അർത്ഥത്തിലും ആക്ടിവിസ്റ്റ് നടപടികളിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി അക്കാഡമിക് പ്രവർത്തനങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ സാറിൻ്റെ PhD പഠനങ്ങൾ TK മാധവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ പഠനത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും ദേശീയവാദത്തിൻ്റെ വിമർശം അതിലൂടെ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഈ വാസ്തവത്തിൽ ഈ TK മാധവനിലേക്ക് പോകുന്നതിന് ഒരു നിമിത്തമായി വന്നത്, ഞാൻ ഈ പിന്നീട് ഈ ML പ്രസ്ഥാനം 2ആയി പുലരുകയും CRC-CPMലും റെഡ് ഫ്ലാഗുമായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ CRC-CPMലിൻ്റെ പക്ഷത്താണ് നിന്നത്. കാരണം അത് ദേശീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം, ദേശീയതകളുടെ സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയിട്ട് ഉള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെ എന്തോ പണ്ട് മുതൽക്കേ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സിനോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം CRC-CPMലുമായിട്ടാണ് ബന്ധപ്പെട്ട് പിന്നീട് പ്രവർത്തിച്ചത്. അപ്പോൾ K വേണുവാണ് എന്നോട് ആദ്യം പറയുന്നത്, ഖാൻ ഈ ദേശീയ പ്രസ്ഥാനവും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇൻഫാക്റ്റ് TK മാധവൻ്റെ പേര് പറയുന്നില്ല, ആ ഒരു ആശയം ആദ്യം തന്നത്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഡോക്ടർ TK രവീന്ദ്രൻ സാറുമായിട്ട് ഇതിനെ സംസാരിച്ചിരുന്നു. അപ്പോൾ TK രവീന്ദ്രൻ സാറാണ് പിന്നീട് കുറച്ചുകൂടി വ്യക്തമായ ഒരു ആശയം ഇതിലേക്ക് നൽകുന്നത്. ആ ദിശയിലുള്ള ഒരു പഠനവും അന്വേഷണവും നന്നായിരിക്കും ഖാൻ. പക്ഷെ നിർഭാഗ്യവശാൽ MA കഴിഞ്ഞ പാട് തന്നെ എനിക്ക് ഈ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട്, അതായത് ക്ലാർക്കായിട്ട് ജോലി കിട്ടിയത് കാരണം പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് നാൾ വാസ്തവത്തിൽ ഈ പഠന
വായന, ആ ദിശയിലുള്ള വായന ഉണ്ടായിരുന്നത് മുഴുവനും ഈ രാഷ്ട്രീയ വായനകളായിരുന്നു. ഈ പ്യൂർ അക്കാഡമിക് ആയിട്ടുള്ള വായനയിൽ നിന്നും കുറച്ച് മാറി. എന്നാലും ഈ ആശയം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ PhDക്ക് രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് എൻ്റെ ഗൈഡ് ഡോക്ടർ ഷറഫുദ്ദീൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ബേസിക്കലി ഹീസ് എ ഹിസ്റ്റോറിയൻ. അദ്ദേഹമാണ് എനിക്ക് പേര് സജസ്റ്റ് ചെയ്ത് ഈ TK മാധവനുമായിട്ടുള്ള കാര്യം, ഇങ്ങനെയാണെങ്കിൽ TK മാധവനുമായിട്ടുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഫാക്റ്റ് അവിടെ നിന്നാണ് എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ഗുണപരമായിട്ടുള്ളൊരു അംശം തിരിച്ചറിയുന്നത് ഈ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങളും ഈ വർഗപ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു മാർക്സിസ്റ്റ് ഡിക്റ്റത്തിനെ എന്താ പറയുന്നത്, ഒരു മന്ത്രം പോലെ പിന്തുടരുകയായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതിനൊരു ഇളക്കമാണ് 1990കളുടെ തുടക്കത്തിൽ സംഭവിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഈ പരമ്പരാഗതമായ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തെയും ആശയത്തിനുമൊക്കെ വലിയ തോതിൽ അത് ഇളക്കി മറിച്ച, ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. സ്വന്തം പാർട്ടി ജനറൽ സെക്രട്ടറി എന്നെ പാർട്ടിയെ പിരിച്ചുവിടുന്ന ഗോർബച്ചേവ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിടുകയും അനേകം റിപ്പബ്ലിക്കുകൾ, ചെറിയ ചെറിയ റിപ്പബ്ലിക്കുകളാണ്, പിന്നീട് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന ഇതിലേക്ക് മാറുകയും ചെയ്ത ആ സംഭവം. ഒപ്പം തന്നെ ഇന്ത്യയിൽ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം അതിതീവ്രമായിട്ട് VP സിംഗിൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച മണ്ഡൽ കമ്മീഷനും മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഉത്തരേന്ത്യയിലെമ്പാടും ആളിക്കത്തിയ സവർണരുടെ കലാപം, മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത സംവരണത്തിനെതിരെ വരുന്ന വലിയ കലാപം, തീ കൊളുത്തി ആത്മാഹൂതി ചെയ്യുന്ന രീതിയിൽ അത് വികസിക്കുകയും ഒക്കെ ചെയ്യുന്ന മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം, അതിനെ തുടർന്ന് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രഥയാത്ര, അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് വാസ്തവത്തിൽ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഒരു സംഗതി കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ LK അദ്വാനി രഥയാത്ര നടത്തുമ്പോൾ ആ രഥയാത്രയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത് അന്നത്തെ പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ പക്ഷത്ത് നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഇപ്പോൾ ഖമ്മം, കരിനഗർ, വാറങ്കൽ തുടങ്ങിയ ജില്ലകളിൽ വളരെ സജീവമായിരുന്ന PWGക്കാർ അൾട്ടിമേറ്റം കൊടുക്കുന്നുണ്ട്, രഥയാത്രയ്ക്ക് ഇതിലേ കടന്നു പോകാൻ ധൈര്യമുണ്ടോ എന്നുള്ളത്. എന്തായാലും LK അദ്വാനി അതിലൂടെ കടന്നു പോയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. രഥയാത്രയെ തുടർന്നുണ്ടാകുന്ന കർഷകരുടെ മൊബിലൈസേഷനും അങ്ങനെ 1992 അംബേദ്കർ ദിനത്തിൽ തന്നെ ഡിസംബർ 6-ാം തീയതി 1528 പണിത ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്യുന്നത്, ഈ രണ്ട് സംഭവങ്ങളും അതിനെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന ഈ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ, സാംസ്കാരിക ദേശീയതയുടെയും വലത് തീവ്ര ദേശീയതയുടെയും ആകെ ഉള്ള ഉയർച്ചയും ഒക്കെ തന്നെ ജാതി പ്രശ്നത്തെക്കുറിച്ച് ഗൗരവപൂർവമായി അന്വേഷിക്കാനും പഠിക്കാനുമുള്ള ഒരു നിമിത്തമായി മാറുകയുണ്ടായി. സംവരണ വിരുദ്ധ പ്രക്ഷോഭം, അതായത് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം, അദ്വാനിയുടെ രഥയാത്ര, ബാബറി മസ്ജിദിൻ്റെ തകർച്ച, ഇങ്ങനെ
ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നാളിതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള സാമൂഹിക ധ്രുവീകരണങ്ങൾ, രാഷ്ട്രീയ ധ്രുവീകരണങ്ങളെ സാധ്യമാക്കിയ ഈ സംഭവ വികാസങ്ങൾ ഈ ഉരുക്കുപോലെ ഉറച്ചിരുന്ന ധാരണകളെ ഇളക്കി മറിക്കുകയും പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വ്യക്തിപരമായിട്ട് നമുക്ക് പുതിയതാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് ആ ദിശയിലുള്ള അന്വേഷണങ്ങൾ കേരളത്തിൽ തിരുവിതാംകൂറിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇത്തരം സാമൂഹികമായ അനിശ്ചിതത്വങ്ങളും അനീതികളും അല്ലെങ്കിൽ ഇന്നിക്വിറ്റീസും എല്ലാം തന്നെ ഈ വർഗ പ്രശ്നം പരിഹരിക്കുമ്പോൾ പരിഹരിക്കപ്പെടും എന്നുള്ള ഉറച്ച രാഷ്ട്രീയ വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതിനാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇളക്കം വരുത്തിയത്. ഇപ്പോൾ സാമുദായിക പ്രശ്നം, ജാതി പ്രശ്നം തുടങ്ങിയതാണ് മുഖ്യമെന്നുള്ള നിലയിൽ കണ്ടിരുന്ന പല സാമൂഹിക നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു. ആ ദിശയിലുള്ളത് ഒക്കെ തന്നെ നമ്മുടെ പരിഗണനയിൽ വരാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് സൈദ്ധാന്തികമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ തന്നെ അസാധ്യമായിരുന്നു. വാസ്തവത്തിൽ പൊട്ടൻഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന ആളുകളിൽ നിന്നും ഈ ബ്ലോക്ക് കാരണം നടന്നില്ല എന്നുള്ളതാണ്. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവ വികാസങ്ങൾ മാറ്റിത്തീർത്തത്. നിശ്ചയമായിട്ടും അതിൽ നിന്നാണ് ഈ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ അക്രമോത്സുകമായ വളർച്ച തന്നെയാണ് ദേശീയതയുടെ പ്രശ്നങ്ങളെ ഗൗരവപൂർവ്വം പഠിക്കുവാനും അതിന് നമ്മുടെ നേരത്തെ പറഞ്ഞ ജാതി പ്രശ്നത്തെയും സാമൂഹികമായ അനീതിയുടെയും പ്രശ്നം ഉയർത്തിക്കാട്ടിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി അങ്ങനെ കണ്ണി ചേർത്ത് പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതാണ് വാസ്തവത്തിൽ എന്നെ ടി കെ മാധവനിലേക്ക് എത്തിക്കുന്നത്. തിരുവിതാംകൂറിലെ ഏറ്റവും പ്രബലരായ ഈഴവ കുടുംബങ്ങളിലൊന്നാണ് ടി കെ മാധവൻ്റേത്. അമ്മ വഴിയും അച്ഛൻ വഴിയും ഒക്കെ പ്രസിദ്ധമായ ആലുമൂട്ടിൽ ചാന്നാർ കുടുംബത്തിൽപ്പെടുന്ന താന്നിയം കുന്നേൽ മാധവൻ, ടി കെ മാധവൻ, അദ്ദേഹത്തിൻ്റെ ജനനവും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ച വർഷമാണ് ടി കെ മാധവനും ജനിക്കുന്നത്. ആകെ 45 വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിൽ തന്നെ 1915 മുതൽ 30 വരെയുള്ള എന്ന് പറഞ്ഞാൽ ആകെ 15 വർഷമാണ് ആക്റ്റീവായിട്ട് അദ്ദേഹം രംഗത്തുണ്ടായിരുന്നത്. ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാകുന്ന മുതൽ, ആദ്യത്തെ പത്രാധിപർ അദ്ദേഹമല്ല, പക്ഷെ പേരിന് കയ്യാലക്കൽ പത്മനാഭൻ ചാന്നാറുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിൻ്റെ ഡിഫാക്റ്റോ പത്രാധിപരായിരുന്നു. പിന്നീട് 2-3 വർഷം കഴിയുമ്പോഴാണ് അദ്ദേഹം അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അത് അദ്ദേഹം മരിക്കുന്നവരെ തുടരുകയും ചെയ്തിരുന്നു. ഈ 15 മുതൽ 30 വരെയാണ് ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ ലൈഫ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫ്. അപ്പോൾ ടി കെ മാധവൻ ഈ അതിസമ്പന്നമായ ഈഴവ ഫാമിലി, ആലുമുട്ടിൽ ഫാമിലിയിൽ ഉണ്ടായിരിക്കുകയും ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ SNDP യോഗത്തിൻ്റെ ആവിർഭാവം മുതൽ അതിൻ്റെ ഫൗണ്ടേഷണലായിട്ടുള്ള ചില അടിസ്ഥാന പ്രതലങ്ങളെ തന്നെ മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതിനെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയ ആളെന്നുള്ള നിലയിലും ടി കെ മാധവൻ ശ്രദ്ധേയമായ അല്ലെങ്കിൽ പഠനം അർഹിക്കുന്ന വ്യക്തിയാണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തെയും അധിനിവേശ ആധുനികതയെയും അത് സമ്മാനിച്ച സാമൂഹിക വിമോചനത്തിൻ്റെ സംഗതികളെയും ഉയർത്തിപ്പിടിക്കുകയും പിന്തുടരുകയും ചെയ്തിരുന്ന SNDP യോഗം ദേശീയ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം
അങ്ങേയറ്റം വിമർശാത്മകമായിട്ട് സ്വീകരിച്ചിരുന്ന SNDP യോഗം അതിൻ്റെ 1903 മുതൽ തുടർന്നങ്ങോട്ടുള്ള 4-ലും 5-ലും രണ്ടാമത്തെ സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ വ്യാവസായിക പ്രദർശനം നടക്കുന്ന സമ്മേളനത്തിലും പിന്നീട് കണ്ണൂർ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലും തുടർന്ന് അതിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളെന്ന് പറയപ്പെടുന്ന റാവ് ബഹദൂർ OT കൃഷ്ണൻ, C കൃഷ്ണൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ആളുകൾ പിന്തുടർന്നിരുന്ന ഒരു സ്ട്രീമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദേശീയ പ്രസ്ഥാനത്തെയും ബ്രിട്ടീഷ് ഭരണത്തോടും അടിസ്ഥാനപരമായി സൂക്ഷിച്ചിരുന്ന, അടിസ്ഥാനപരമായിട്ട് പിന്തുടർന്നിരുന്ന നയങ്ങൾക്കുള്ള കാര്യമായ വ്യതിയാനമാണ് ഇത് സംഭവിക്കുന്നത്. അല്പം കൂടി കൃത്യമായി പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കുമാരനാശാൻ, അതുപോലെ കുറേ അധികം നേതാക്കന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം വൈരുദ്ധ്യപൂർണമായിട്ടുള്ള ഒരു കോമ്പിനേഷനായിരുന്നു SNDP യോഗത്തിനുണ്ടായിരുന്നത്. ആശാനാകട്ടെ ബ്രിട്ടീഷ് ഭരണത്തെ കലവറയില്ലാതെ പിന്തുണയ്ക്കുകയും അതാണ് നമ്മുടെ മോചനമാർഗമെന്ന് വ്യക്തമായി പറയുകയും ചെയ്ത കുമാരനാശാൻ, അതേസമയം ഹിന്ദു മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈഴവർ ഹിന്ദുമതം വിട്ടുപോകുന്നതിനെതിരായിട്ടുള്ള സ്ട്രീമിലായിരുന്നു. ഹിന്ദു മതത്തിൽ തന്നെ പിന്തുടരണം എന്നായിരുന്നു പറഞ്ഞത്. അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതി ഞാൻ പറയാം. ഒരുപക്ഷെ ഈ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളായിട്ടുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയവർ പോലും കാണാത്തൊരു കാര്യമുണ്ടായിരുന്നു. 1915 തന്നെ ഒരു പക്ഷേ ഞാനീ പറയുന്ന ഓർമ്മയിൽ നിന്ന് സംസാരിക്കുകയാണ്. ചിലപ്പോൾ വർഷങ്ങളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവാം. വേണമെങ്കിൽ എൻ്റെ തീസിസ് പരിശോധിച്ച് പറയാവുന്നതേ ഉള്ളൂ. പൂഞ്ഞാറിൽ, തിരുവിതാംകൂറിലെ ഭാഗമായിരുന്ന പൂഞ്ഞാറിൽ സമ്പന്നരായ കുറേ ഈഴവ കുടുംബങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുവാനായിട്ട് തീരുമാനിച്ചു. കാരണം പൂഞ്ഞാറ് കോവിലകത്തിൻ്റെ കീഴിൽ വരുന്ന ടെറിട്ടറി ആയതുകൊണ്ട് അവിടെ ഉത്സവം നടക്കുമ്പോൾ അതിലേക്കുള്ള ബോണ്ടഡ് ലേബർ, നിർബന്ധിത സേവനം, ഊഴിയം എന്ന് പറയുന്ന അത് ചെയ്യാൻ ഈഴവർ നിർബന്ധിതരായി. ചെയ്യണമെന്നുള്ള ഉത്തരവാണ് കോവിലകത്തുനിന്ന് അധികാരി നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവത്തിന് ആവശ്യമായിട്ടുള്ള വിറകുകൾ ശേഖരിച്ചു കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നിർബന്ധം. എന്നാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം സാമ്പത്തികമായിട്ട് അവർക്കില്ല. സാമ്പത്തികമായിട്ട് അല്പം മെച്ചമുണ്ടായിരുന്ന നിലയിലുണ്ടായിരുന്ന ഈഴവർക്ക് ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അവരെതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ പേരിലുള്ള പട്ടയങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചു പിടിക്കാനായിട്ട് ഇയാൾ ഉത്തരവിടുകയാണ്. ഇപ്പോൾ they were left with no other alternative but to embrace Christianity. ഞങ്ങൾ ക്രിസ്ത്യന്മാരായിട്ട് ക്രിസ്ത്യാനികളായി മാറിയാൽ ഈ പ്രശ്നമില്ലല്ലോ. അത് ഒരുപാട് കുടുംബങ്ങൾ തീരുമാനിക്കുകയാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറായിട്ടുള്ള തിരുവിതാംകൂറിലെ പൂഞ്ഞാറിലുള്ള ഈഴവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ബോധം നടത്താനായിട്ട് ഒരു സന്യാസി സ്വാമിയെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ അയക്കുന്നുണ്ട്. കുമാരനാശാൻ അതിനെ സംബന്ധിച്ച് വിവേകോദയത്തിൽ എഴുതിയിട്ടുണ്ട്. പത്രാധിപരായിരുന്ന കുമാരനാശാൻ തന്നെ പത്രാധിപരായിരുന്നിട്ടുള്ള വിവേകോദയത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഈ ഈഴവരുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കോഴ്സുകളിൽ ഒട്ടും തന്നെ പ്രോമിനൻ്റായിട്ട് വരാത്തൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരേ സമയം ബ്രിട്ടീഷ് ഭരണത്തെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന കുമാരനാശാൻ തന്നെ ഹിന്ദുമതത്തിന് അനുകൂലമായ നിലപാടാണ് ആദ്യം മുതലേ എടുക്കുന്നത്. അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയപ്പോൾ
കുമാരനാശാൻ പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ കീഴ്ക്കാന്തൂക്കായ പാറയിൽ നിന്ന് ചാടി ഈ തല പൊട്ടിച്ചു കളയരുത്, അത് അതിസാഹസം കാണിക്കരുത് എന്നുള്ളതാണ് വോൺ ചെയ്തത്. അതേസമയം ശ്രീകൃഷ്ണനാകട്ടെ ഒരേ സമയം ഹിന്ദു മതത്തിനെതിരായ നിലപാടെടുക്കുകയും അതേസമയം തന്നെ ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ടി കെ മാധവനാകട്ടെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ഹിന്ദു മതത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ കുഴമറച്ചിലുകളെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിൽ വൈരുദ്ധ്യങ്ങളുള്ള ഒരു നേതൃത്വം ആയിരുന്നു ഈ SNDP യോഗത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ തലമുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാവരെയും റാലി ചെയ്യുന്നൊരു പോയിൻ്റായിരുന്നു നാരായണഗുരു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തിരുന്നു. എക്സ്ട്രീം നിലപാട് സൂക്ഷിച്ചിരുന്ന ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ കാര്യദർശിയായിട്ട് വച്ചിരുന്നത്. മീൻ കൂട്ടുന്നവർക്ക് മീൻ കൂട്ടിക്കൊള്ളാനും നാരായണഗുരു അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലെന്തോ നാരായണഗുരുവും മീൻ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഗതി വന്നുകൊണ്ട് ഞാൻ ഓർത്ത് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ദേശീയ പ്രസ്ഥാനവുമായിട്ട് കണ്ണി ചേർത്തുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മുടെ ടി കെ മാധവൻ ചെയ്യുന്നത്. ഇത് ഞാൻ തുടക്കത്തിലേ പറയട്ടെ, ഫൗണ്ടേഷണൽ ഈത്തോസ്, SNDP യോഗത്തിൻ്റെ ഫൗണ്ടേഷണൽ അത് അവരുടെ വർഷകാല സമ്മേളനങ്ങളിൽ പാസ്സാക്കിയ പ്രമേയങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക നിലപാടുകൾ നോക്കിയാൽ മനസ്സിലാവും. SNDP യോഗം ആദ്യം മുതലേ പറയുന്നുണ്ട്, ഈ ദേശീയ പ്രസ്ഥാനം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈഴവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 150 വർഷം പുറകിലോട്ട് പോവുകയാണ്. ഇത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പറയണതെന്ന് നോക്കണം. ബ്രിട്ടീഷ് ഭരണം ഇവിടെ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിൽ ഞങ്ങൾ വീണ്ടും 150 വർഷം പുറകിലോട്ട് പോവുക എന്നുള്ളതാണ്. സ്കൂളിൽ പോകാനും വഴി നടക്കാനും എല്ലാ തരത്തിലുള്ള സാമൂഹിക അനീതികളും അങ്ങേയറ്റമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, അവിടെ നിന്നും വീണ്ടും പുറകിലോട്ട് ഞങ്ങൾ 150 വർഷം കൂടെ പുറകിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരിക്കും ഇത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തോട് സഹകരിക്കാൻ പറ്റില്ല. തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയിക്കെതിരെ നടന്ന ബോംബാക്രമണ ശ്രമത്തെ എല്ലാവരും എതിർത്തപ്പോൾ ഈ സ്വദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെ, ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയതയുടെയും അക്രമോത്സുക ദേശീയതയുടെയും അടിത്തറ പാകിയ ബംഗാൾ വിഭജനത്തിനെതിരെ നടക്കുന്ന സ്വദേശീയ പ്രസ്ഥാനത്തെ മൗലികമായി ക്രിട്ടിക്ക് ചെയ്ത ഒരേ ഒരു നവോത്ഥാന പ്രസ്ഥാനമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് SNDP യോഗമായിരുന്നു. അവർ വരെ സ്വദേശി കൊള്ളക്കാരെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ മൗലികമായ നിലപാടുകളെ മാറ്റി ദേശീയ പ്രസ്ഥാനവുമായിട്ട് കണ്ണി ചേർക്കുന്ന നടപടികളാണ് ടി കെ മാധവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന് വാസ്തവത്തിൽ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് വേണമെങ്കിൽ അജയ് ശേഖർ ചോദിച്ചാൽ ഞാൻ പറയാം, ഇതിന് നമ്മൾ വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. ഒരു പക്ഷേ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നേറുമായിരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രക്രിയകളെ ഇത് വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ജനസംഖ്യ കൊണ്ടും, അതായത് അംഗബലം കൊണ്ടും, സാമൂഹികമായ അടിച്ചമർത്തപ്പെട്ടവരിൽ തന്നെയുള്ള ഏറ്റവും മുഖ്യ പ്രതിപക്ഷം എന്ന് നമുക്ക് വിളിക്കാവുന്നതുപോലെ മുഖ്യ സമുദായമായിരുന്ന മാറ്റത്തിന് തിരികൊളുത്തുക മാത്രമല്ല, മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ തന്നെ പര്യാപ്തമായിരുന്ന ഒരു വിഭാഗത്തിൻ്റെ സാമൂഹികമായ ഇടപെടലുകളെ നിർണായകമായി വഴിതിരിച്ചു വിടുകയും അത് ഒരുപക്ഷെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ലോജിക്കൽ കൾമിനേഷനിൽ നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
വ്യക്തിപരമായിട്ട് ഈ ടി കെ മാധവൻ്റെ പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥവും ഏറ്റത്തെ ശാരീരികമായ അവശതകളും ആസ്മ കൊണ്ട് അലട്ടുമ്പോഴും സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ടി കെ മാധവൻ്റെ വ്യക്തിപരമായിട്ടല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ഉന്നതമായിട്ടുള്ള സംഭാവനകളെ വില കുറച്ച് അങ്ങനെയല്ല കാണുന്നത്. അത് ഉണ്ടാക്കുന്ന സാമൂഹികമായ ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഇൻ്റഗ്രേഷൻ മൂലം സംഭവിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടി കെ മാധവനെ ഞാൻ വിലയിരുത്തിയത്.